ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആട്ട ഉപയോഗിക്കാതെ റവയും മൈദയും വെച്ചിട്ടുള്ള ഒരു പൂരിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൂരി തന്നെയാണ്. അതേപോലെ നമ്മുടെ ആട്ടയുടെ പൂരിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒട്ടും എണ്ണമയം ഇല്ലാത്ത ഒരു പൂരിയാണ്. നമ്മുടെ ആട്ടയുടെ പൂരിയിൽ കുറച്ച് എണ്ണമയമൊക്കെ നമുക്ക് എന്തായാലും എത്രയായാലും അതിൽ ഒരു എണ്ണമയം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പൂരിക്ക് ഒട്ടും എണ്ണമയം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദയും കുറച്ച് റവയും എടുത്തിട്ടുണ്ട്, ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് റവയ്ക്ക് 2 കപ്പ് മൈദ എന്ന രീതിയിലാണ് ഇതിൻ്റെ അളവ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ആ കവറിൽ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. റവ 1 സ്പൂൺ റവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്ന വെള്ളം ഒരു കപ്പ്, ആ ഒരു കപ്പ് മുഴുവനായിട്ടുള്ള വെള്ളമാണ്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ മുഴുവനായിട്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല. ഏകദേശം ഒരു സ്പൂൺ 2 സ്പൂണിൻ്റെ സ്പേസ് അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് മുഴുവനായിട്ട് ആ കപ്പ് മുഴുവൻ വെള്ളം എടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അത്രയും വെള്ളം മതിയാകും ഈ പൂരിക്ക്, കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ പാത്രത്തിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട്, അതായത് നമ്മുടെ അടുക്കളയിലുള്ള തിട്ട അതിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ബോൾസ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ പൂരിയുടെ ഒക്കെ അളവ് തന്നെയാണ് ഞാനിവിടെ ബോൾസ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ബോൾ ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഞാനിവിടെ എണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഞാനിവിടെ പ്രസ്സിലാണ് ചെയ്തെടുക്കുന്നുള്ളത്. പ്രസ്സിൽ 2 കവർ, ആദ്യം ഒരു കവർ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ബോൾ വെച്ചിട്ട് അതിൻ്റെ മേലെ മറ്റൊരു കവറും കൂടി വെച്ചിട്ട് അമർത്തിയെടുത്തിട്ട് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പരത്തി എടുക്കുന്നുണ്ടെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഏത് മാവാണെങ്കിലും, ചപ്പാത്തിക്കാണെങ്കിലും നമ്മുടെ സാധാരണ ആട്ടയുടെ പൂരിക്കാണെങ്കിലും ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് വരും. ഇനി ഇത് നമുക്ക് ബോൾസാക്കി എടുക്കാം. ഞാൻ മുഴുവൻ മാവും ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രസ്സിലേക്ക് ഒരു കവർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഒരു ഉരുളയും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ മറ്റേ കവറും കൂടി വെച്ച് കൊടുത്തിട്ട് അമർത്തിയെടുത്താൽ മതി. കവർ എന്ന് പറയുമ്പോൾ ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കാസർഗോഡുകാർ ഇതുപോലുള്ള കവറിലാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കവർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ സാധാരണ എല്ലാവരും ഈ പ്രസ്സിൽ മാത്രമായിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പ്രസ്സും അതുപോലെ കച്ചറയാകാനൊന്നുമില്ല, മാവ് ഒട്ടിപ്പിടിച്ചിട്ട് കച്ചറയാകത്തില്ല. കവർ മാത്രം കഴുകിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെയാണ് പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉണ്ടാകുക. കുറച്ച് റഫ് പോലെ തോന്നും, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നല്ല പോലെ പൊന്തി വരും. സാധാരണ നമ്മൾ പ്രത്യേക രീതിയിലുള്ള പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, മാവൊക്കെ റെഡിയാക്കി ഉണ്ടാക്കുമ്പോൾ പൊന്തി വരാനൊക്കെ ചിലപ്പോൾ കഷ്ടം ഉണ്ടാവും. പക്ഷെ അതുപോലൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പൊന്തി വരുന്നുണ്ട്. പൊട്ടലോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളുമില്ല. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും, ഒരു തരി എണ്ണമയം പോലും അതിലുണ്ടാകുന്നില്ല. ഞാനിപ്പോൾ എല്ലാ പൂരിയും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ വന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ നമ്മുടെ ചാനലിലേക്ക് വരുമ്പോൾ എൻ്റെ വീഡിയോസ് കുറച്ചും കൂടി ആളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്